മോശം 10 എന്ന കണക്ക് തീർന്നെങ്കിലും 150 ചിത്രങ്ങളിൽ ഒരു വകയ്ക്കും പരാമർശത്തിന് കൊള്ളാത്ത ചിത്രങ്ങൾ 100-ലധികം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. പ്രതീക്ഷകൾ നൽകിയ ചിത്രങ്ങളും ആരും അറിയാതെ തിയേറ്ററിൽ വന്നെത്തി നോക്കിപ്പോയ ചിത്രങ്ങളും എല്ലാം ഇക്കൂട്ടത്തിൽപ്പെടും. സലാം കാശ്മീർ, പോളിടെക്നിക്, പ്രൈസ് ദ ലോർഡ്, കൂതറ, മംഗ്ലീഷ്, മണിരത്നം, ലാൽ ബഹദൂർ ശാസ്ത്രി, ഗർഭശ്രീമാൻ എന്നിങ്ങനെ അമിത പ്രതീക്ഷകളുടെ ഭാരത്തിൽ കുമ്പിട്ട് വീണ ചിത്രങ്ങളും മിത്രം, വേഗം, സോളാർ സ്വപ്നങ്ങൾ എന്നിങ്ങനെ തിയേറ്ററിൽ എത്തി നോക്കി സ്ഥലം വിട്ട ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ലിസ്റ്റ് ഒന്നിച്ചെടുത്തോ വെവ്വേറെ എടുത്തോ പ്രേക്ഷകർക്ക് പൂരിപ്പിക്കാം. കൂട്ടത്തിൽപ്പെടുത്തിയല്ലാതെ പരാമർശത്തിന് വിധേയമാക്കാവുന്ന കലാമൂല്യമുള്ള ചിത്രങ്ങളിൽ ഷാജി എൻ കരുണിന്റെ സോപാനമാണ് മികച്ച ചിത്രം. ടി വി ചന്ദ്രന്റെ ഭൂമിയുടെ അവകാശികളും മനോജ് ഖാനയുടെ ചായില്യവും തരക്കേടില്ല. സഖാവ് കൃഷ്ണപിള്ളയുടെ ജീവിതം പറയാൻ ശ്രമിച്ച വസന്തത്തിന്റെ കനൽ വഴികൾ, ഒറ്റമന്ദാരം എന്നീ ചിത്രങ്ങൾ ഈ ഗ്രൂപ്പിലെ മോശം ചിത്രങ്ങളുമാണ്. മലയാള സിനിമയിലെ താരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 3-ൽ 3 പടങ്ങളും ഹിറ്റാക്കിയ നിവിൻ പോളിയാണ് 2014-ലെ താരം. സപ്തമാശ്രീ തസ്കരയും സെവൻത് ഡേയും പൃഥ്വിരാജിന്റെ നില ഭദ്രമാക്കി. വെള്ളിമൂങ്ങ 100 ദിനങ്ങൾ തിയേറ്ററിൽ ആഘോഷിക്കുമ്പോൾ ബിജു മേനോന്റെ താരപരിവേഷത്തിന് മാറ്റുകൂടി. 1983, വിക്രമാദിത്യൻ, ആംഗ്രി ബേബീസ് എന്നീ പടങ്ങൾ ബോക്സ് ഓഫീസ് വിജയം നേടിയതുകൊണ്ട് അനൂപ് മേനോനും ബാംഗ്ലൂർ ഡേയ്സിന്റെയും ഇയോബിന്റെ പുസ്തകത്തിന്റെയും ക്രെഡിറ്റിൽ ഫഹദ് ഫാസിലും പിടിച്ചു നിൽക്കുന്നു. വിജയ ചിത്രങ്ങളുടെ ഭാഗമായതിനാൽ ദുൽഖറും കുഞ്ചാക്കോ ബോബനും വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഷൈൻ ടോം ചാക്കോയും അജു വർഗീസും 2013-ൽ താരപദവി നേടുകയോ ഉയർത്തുകയോ ചെയ്തവരുടെ പട്ടികയിൽപ്പെടും. ഇയോബിന്റെ പുസ്തകം, അപ്പോത്തിക്കിരി എന്നീ ചിത്രങ്ങൾ ഒഴികെ സമ്പൂർണ്ണ നിരാശയായിരുന്നു ജയസൂര്യ സമ്മാനിച്ചത്. വില്ലാളി വീരനും അവതാരവും ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിലും റിംഗ് മാസ്റ്റർ തിയേറ്ററിൽ പെർഫോം ചെയ്തു. അതുകൊണ്ട് ദിലീപിന് ജനപ്രിയ ബ്രാൻഡ് പൂർണ്ണമായും നഷ്ടപ്പെട്ടില്ല. സാറിന് ഞാൻ എന്റെ ആൾക്കാരൊക്കെ പരിചയപ്പെടുത്താം. ഇത് ഡയാനയുടെ പേഴ്സണൽ ഡോക്ടർ. ഹായ്, ഹൗ ഡു ഐ ആം ഡോക്ടർ മുത്തു. ഇത് ഡയാനയുടെ പേഴ്സണൽ കോസ്റ്റ്യൂമർ കം മേക്കപ്പ് മാൻ കം നെയിൽ കട്ടർ. ഹലോ. അത് ഡയാനയുടെ ബോൺ സ്പെഷ്യലിസ്റ്റ് ആണ്. ബോൺ സ്പെഷ്യലിസ്റ്റ്? ബോണ്ട് കൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഡിഷ് ഉണ്ടാക്കുന്ന ബോൺ സ്പെഷ്യലിസ്റ്റ് കം കുക്കർ. ഇതിന്റെ പേഴ്സണൽ ഫ്രണ്ട് കാർത്തിക. നൈസ് ടു മീറ്റ് യു സാർ. വീട്ടിലെത്തിയ അതിഥികളും സലാം കാശ്മീരും ചതിച്ചെങ്കിലും സോപാനത്തിലെ അഭിനയ മികവിൽ ജയറാം 2014-ൽ മികച്ചു നിന്നവരുടെ കൂട്ടത്തിലുണ്ട്. സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും താരതമ്യത്തിനെടുത്താൽ ചെയ്ത പടങ്ങൾ മുഴുവൻ ഫ്ലോപ്പാക്കിയ ക്രെഡിറ്റ് മോഹൻലാലിന് സ്വന്തം. എന്നാൽ അതിനേക്കാൾ പടങ്ങൾ ഫ്ലോപ്പാക്കിയ മിടുക്കിൽ മമ്മൂട്ടിയും നിൽക്കുന്നു. കൂതറ, മിസ്റ്റർ ഫ്രോഡ്, പെരിച്ചാഴി എന്നീ ചിത്രങ്ങളാണ് 2014-ലെ മോഹൻലാലിന്റെ മോശം സംഭാവനകൾ. എന്നാൽ മമ്മൂട്ടി ചിത്രങ്ങൾ എടുത്താൽ 7 തിയേറ്ററിലെത്തി. അതിൽ ബാല്യകാല സഖിയും ഗാങ്സ്റ്ററും മംഗ്ലീഷും പ്രൈസ് ദി ലോർഡും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. മുന്നറിയിപ്പും രാജാതിരാജയും 2 തരത്തിലുള്ള പ്രേക്ഷകരുടെ പിന്തുണയോടെ പിടിച്ചുനിന്നു. നിരന്തര പരാജയങ്ങളിൽ നിന്നുള്ള ഒരു ആശ്വാസമായിരുന്നു വർഷത്തിന്റെ വിജയം. അവളുടെ ഒരു നടപ്പും പത്രാസും ഒരു സ്വിമ്മിംഗ് ചാമ്പ്യൻ മോളും അഹങ്കാരം. റിലീസ് 2013-ൽ ആയിരുന്നെങ്കിലും 2014-ന്റെ തുടക്കത്തിൽ തിയേറ്ററിലുണ്ടായിരുന്ന ദൃശ്യവും 2014-ന്റെ അവസാനത്തിലെത്തിയ വർഷവും മോഹൻലാലിനും മമ്മൂട്ടിക്കും പഴയ പ്രതാപത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു. നടിമാരുടെ കാര്യമെടുത്താൽ ഓം ശാന്തി ഓശാനയും ബാംഗ്ലൂർ ഡേയ്സും കൊണ്ട് നസ്രിയ വിസ്മയിപ്പിച്ചു കളഞ്ഞു. നമിത പ്രമോദും ഭാവനയുമൊന്നും എടുത്തു പറയാൻ മാത്രം ഒന്നും ചെയ്തില്ല. തിയേറ്റർ പശ്ചാത്തലത്തിൽ നിന്നും വന്ന മുത്തുമണി ഞാനെന്ന സിനിമയിലെ അഭിനയത്തിലൂടെ വേറിട്ട് നിൽക്കുന്നു. ചായില്യത്തിലൂടെ അനുമോളും ശ്രദ്ധിക്കപ്പെട്ടു. ഓർമ്മയുണ്ടോ ഈ മുഖത്തിലൂടെ പാർവതി മേനോനും ഇയോബിലെ പെൺകരുത്തായി പത്മപ്രിയയും എടുത്തു പറയാവുന്ന പേരുകളാണ്. ഹൗ ഓൾഡ് ആർ യുവിലൂടെ മഞ്ജു വാര്യർ തിരിച്ചു വന്നു. അഭിനയ മികവിന്റെ കാര്യത്തിൽ പഴയ മഞ്ജു വാര്യരുടെ നിഴൽ പോലുമാകാൻ 2ാം വരവിൽ മഞ്ജു വാര്യർക്ക് സാധിച്ചില്ല. എഡിറ്റിംഗും ക്യാമറയും സംഗീത സംവിധാനവുമൊക്കെ പരാമർശിച്ചു പോകണമെന്നുണ്ട്. സമയപരിമിതി ഒരു തടസ്സമാണ്. ഇതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പരാമർശിച്ചു പോകാതെ വയ്യ. 30-ലധികം ചിത്രങ്ങളിൽ സംഘടനം മാഫിയ ശശി എന്ന ക്രെഡിറ്റ് കാണുന്നു. മിക്ക ചിത്രങ്ങളിലും പിടിയും വലിയും ഉന്തും തള്ളും മാത്രമേയുള്ളൂ. ചിലതിൽ അതുപോലുമില്ല. സെൻസർ ബോർഡ് ഇടപെട്ട് ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. സംഘടനം എന്നത് മാറ്റി ഉന്തും തള്ളും എന്നാക്കി മാറ്റിയാലും മതി. പുതിയ കുറെ കലാകാരന്മാർ സ്വാഗതം ചെയ്യപ്പെടുകയും ബാലു മഹേന്ദ്രയെയും ബാലചന്ദ്രനെയും പോലുള്ള ചലച്ചിത്ര പ്രതിഭകൾ വിടചൊല്ലി പിരിയുകയും ചെയ്ത വർഷം കൂടിയാണ് 2014. ഗുണമുള്ള നല്ല സിനിമകൾ കൂടുതൽ ഉണ്ടായില്ല എന്നത് 2014-ന്റെ കുറവ് തന്നെയാണ്. ന്യൂ ജനറേഷൻ ഹൈപ്പുകൾ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് കാണുന്നത്. ജനറേഷൻ ആറ്റിറ്റ്യൂഡ് മാത്രം പ്രതിഫലിപ്പിച്ചുകൊണ്ട് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ ഉടൻ സ്ഥലം വിട്ടേക്കും.
പകരം യാഥാർത്ഥ്യബോധത്തോടെ പ്രേക്ഷകനെ അഭിസംബോധന ചെയ്യുന്ന നല്ല ചിത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. 2014 അത്തരമൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. നന്ദി, നമസ്കാരം.